ഉസ്ബെക്കിസ്ഥാനിലെ പള്ളികൾക്കും ശവകുടീരങ്ങൾക്കും പേരുകേട്ട ഒരു നഗരമാണ് സമർക്കന്ത്. ചൈനയെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന പുരാതന വ്യാപാര പാതയായ സിൽക്ക് റോഡിലാണ് സമർക്കന്ത് സ്ഥിതി ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ വടക്ക് കിഴക്കൻ മേഖലയായ സെറാഫ്ഷാൻ നദിയുടെ താഴ്വരയിലെ ഒരു വലിയ മരുപ്പച്ചയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര നഗരമായ സമർക്കന്ത് 2.5 സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള സംസ്കാരങ്ങളുടെ ഒരു ക്രോസ് റോഡായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രദേശത്തെ വാസസ്ഥലങ്ങളുടെ തെളിവുകൾ BC 1500 മുതലുള്ളതാണ്. 14 മുതൽ 15 നൂറ്റാണ്ടുകൾ വരെയുള്ള അമീർ തിമൂറിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് സമർക്കന്തിൻ്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. തിമൂറിഡ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഈ സമർക്കന്ത് ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും കലകളുടെയും വികാസത്തിലും രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും തിമൂറിഡ് ആചാര്യന്മാരുടെ സംഭാവന വളരെ നിർണായകമായിരുന്നു. 19-20 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ഈ ആധുനിക നഗരം യൂറോപ്യൻ ശൈലിയിൽ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ആധുനിക നഗരം പുരാതന നഗരത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്നു. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് കാണാം ഉസ്ബെക്കിസ്ഥാനിലെ കാഴ്ചകൾ. നമ്മള് സമർക്കന്തില് വന്നിട്ട് താമസിച്ച ഒരു പ്രോപ്പർട്ടിയാണ് അത്. ഇതിന്റെ അടുത്തുള്ള ഒരു അലിഷർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ഒരു സാധാരണ ഹോട്ടലാണ്, പഴയൊരു ബിൽഡിംഗ് ആണ്. റിസപ്ഷൻ ഉണ്ട്. നേരെ പോയാല് ഒരു പഴയ നമ്മുടെ അവിടെയൊക്കെയുള്ള പോലെ ഒരു പഴയൊരു അറബി വില്ലേജ് ഒരു സെറ്റപ്പ് ആണ് കേട്ടോ. ഓപ്പൺ സ്പേസ് ഉണ്ട്, ചുറ്റും ഇങ്ങനെ റൂമുകളാണ് കേട്ടോ. ഇതാണ് ഈ പ്രോപ്പർട്ടി. 145 ദർഹംസാണ് കേട്ടോ നമ്മൾ ഇനി കൊടുത്തത്. ഇതാണ് റൂം. 4 ബെഡുള്ള ഒരു റൂമിലാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. അതുപോലെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. അത്ര വലിയൊരു അടിപൊളി റൂമൊന്നുമല്ല, AC കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു റൂമാണ്, ഒരു ഫാമിലി റൂം. ഇവിടെ വാഷ്റൂം ഇവിടെ ഇങ്ങനെ ഇവിടെ ഷവർ ചെയ്യാനുള്ളത്. നമ്മൾ റൂം ബുക്ക് ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അത് അത്രയ്ക്ക് വലിയൊരു ഹോട്ടലല്ല, അതുകൊണ്ട് ഇത്ര ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ ഹോട്ടലിലൊക്കെ പോയാലും വലിയ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ചായ കുടിക്കുന്ന കപ്പാണ്. ഇതാണ് ചായ കുടിക്കുന്നത്. വെള്ളം കുടിക്കാൻ ചായ കുടിക്കാൻ ട്രഡീഷണലായിട്ട് കുടിക്കുന്നത് കപ്പാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ടൂറ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് ദൂരമൊന്നും ഓടാനില്ല. നമ്മൾ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത പ്രദേശങ്ങൾ മാത്രമാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ആ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ അവിടേക്ക് പോകണം. ഏകദേശം ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോഴേക്കും തന്നെ നമുക്ക് ആ ഒരു മെയിൻ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരും കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. ഇനി അവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെ ദിവസം ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സമർക്കന്തിലാണ്. ഇന്നലെ നമ്മൾ അവിടുന്ന് താഷ്കണ്ടിൽ നിന്ന് ഇങ്ങോട്ട് സമർക്കന്തിലേക്ക് വണ്ടി എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഏകദേശം ഒരു 6 മണിക്കൂറോളം നമുക്ക് എടുത്തിട്ടുണ്ട്. നോർമലി 4-5 മണിക്കൂർ മതി. പക്ഷെ നമ്മളിങ്ങനെ പല സ്ഥലത്ത് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്ന കാരണം നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഴപ്പമില്ല, ഡ്രൈവ് ഒന്നും കുഴപ്പമില്ല. റോഡ് ഇത്തിരി മോശമാണ്, എന്നാലും ഡ്രൈവ് നമുക്ക് പ്രശ്നമില്ല. സമർക്കന്ത് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ദിവസമാണ്. ആ ദിവസം ഫസ്റ്റ് കാണാൻ പോകുന്നത് ബിബി ഖാനി മോസ്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു മോസ്കിന്റെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്കിനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വിചാരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നാണ് ബിബി ഖാനി മസ്ജിദ്. 15-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്തെ തന്നെ ഏറ്റവും വലുതും ഗംഭീരവുമായ പള്ളികളിൽ ഒന്നായിരുന്നു ഈ ഒരു മസ്ജിദ്. ഈ ഒരു സ്മാരകം അമീർ തിമൂറിൻ്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ ഒരു മാസ്റ്റർ പീസായി ഇന്നും കണക്കാക്കപ്പെടുന്നു. നമ്മൾ ഈ ഒരു മസ്ജിദിന്റെ ഉള്ളിൽ 40,000 ഈ ഒരു ഇതിൽ കിടക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ത്യ കീഴടക്കിയതിന് ശേഷം മഹാനായ മംഗോളിയൻ രാജാവായ തിമൂർ തൻ്റെ ജന്മനാടായ സമർക്കന്ദിലേക്ക് മടങ്ങുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. സമർക്കണ്ടിനെ മധ്യേഷ്യയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കാനും മക്കയോട് മത്സരിക്കാനുമുള്ള ശ്രമത്തിൽ അദ്ദേഹം 1399 ഈ വലിപ്പത്തിലുള്ള ഒരു ഘടനയ്ക്കായി അതിവേഗം പൂർത്തിയാക്കിയ നിർമ്മാണത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം ഒരു വലിയ സംഘത്തെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ മികച്ച കരകൗശല തൊഴിലാളികളും 95 ആനകളും ഉൾപ്പെട്ടിരുന്നു. 120 അടി ഉയരമുള്ള പ്രവേശന കവാടവും 270 അടി നീളവും 180 അടി ഉയരവുമുള്ള ഈ ഒരു ഘടന ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഘടനകളിൽ ഒന്നാണ്. കുഫിക് ലിപിയിൽ എഴുതിയിരിക്കുന്ന മനോഹരമായ ഖുറാൻ ലിഖിതങ്ങളാൽ പള്ളിയുടെ പുറംഭാഗം മൂടപ്പെട്ടിരിക്കുന്നു. അകത്തെ താഴികക്കുടം 130 അടി ഉയരത്തിലാണ് ഉള്ളത്. ഈ പള്ളിയുടെ മധ്യഭാഗത്തായി വലിയൊരു മാർബിൾ ഫലകത്തിൽ 7-ാമത്തെ നൂറ്റാണ്ടിലെ ഖുറാനാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 10,000-ഓളം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ഒരു പള്ളിക്ക് തിമൂറിൻ്റെ ചൈനീസ് ഭാര്യയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കൊത്തുപണികളുള്ള മാർബിൾ, ടെറാക്കോട്ട, നിറമുള്ള ടൈലുകൾ, സ്വർണം എന്നിവ കൊണ്ടാണ് പള്ളിയുടെ ഉൾഭാഗം അലങ്കരിച്ചിരിക്കുന്നത്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ പള്ളിയുടെ ഒരു വലിയ അവശിഷ്ടം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂവെങ്കിലും പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു മസ്ജിദിൻ്റെ കാഴ്ച കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഭയങ്കര കാറ്റാണ്. How is it? It's good? How much, sir? 30,000. സൈഡില് ശരി One bird, one flute of 50, okay, two get 50,000. സമർക്കന്ദിലെ ഏറ്റവും വലിയ ഒരു ബസാറാണ് സിയാബ് ബസാർ എന്നറിയപ്പെടുന്ന സിയോബ് ബസാർ. നീല നിറത്തിലുള്ള മജോലിക്ക വരകൾ കൊണ്ട് അലങ്കരിച്ച 3 കമാനങ്ങളോട് കൂടിയ ആ പ്രധാന കവാടം ഭയങ്കര രസമാണ് കാണാൻ. ഒരു താഴികക്കുടത്തിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 7 ഹെക്ടറിലധികം വിസ്തീർണമുള്ള ഈ ഒരു മാർക്കറ്റിൽ നിരവധി ഷോപ്പുകളുണ്ട്. നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ഈ സിയോബ് ബസാർ.
How much? How much? How much? What is this? This one? Much? 50. Done 50. നമ്മൾ സിയോ ബസാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് രജിസ്ഥാൻ സ്ക്വയറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സിയോ ബസാറിൻ്റെ അവിടെ നിന്ന് നേരെ വലിയൊരു സ്ട്രീറ്റാണ് നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ അവിടേക്ക് പോകുന്നത്. അതിൻ്റെ ആ സ്ട്രീറ്റിൻ്റെ ചുറ്റിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളൊക്കെയാണ് നമുക്കുള്ളത് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ്, നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണിത്. ഒരു ബൈക്കും ബോഡി കെട്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകണ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. നമുക്ക് ഇതേപോലത്തെ ഒരു വണ്ടി ഞാൻ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അങ്ങനെ ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ കയറുന്ന വീഡിയോ എടുക്കണം. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. ബൈക്കാണ്, പക്ഷേ നമ്മൾ ഓട്ടോ ഓടിക്കുന്ന പോലെ ഓടിക്കാം. എനിക്ക് അതേപോലെ ഹാൻഡിലൊക്കെ ആയിട്ട് ബൈക്കിന്മേ ബോഡി കിട്ടിയ ഒരു വണ്ടിയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ. Hi, namaste. How are you? Hi. Photo ka. Okay, we'll take photo. Yeah. Sit. This video. ഉസ്ബെക്കിന്റെ ആൾക്കാരൊക്കെ കണ്ടോ, അവർക്ക് ഭയങ്കര സ്നേഹമാണ്. കാണുന്നൊക്കെ ശരിക്കും വന്നവര് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സദാ എന്തായാലും കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാ ആൾക്കാരും, ഉസ്ബെക്ക് ആൾക്കാർ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഏരിയന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇവിടേക്ക് എത്താൻ പറ്റുന്നുണ്ട്. സുഖമായിട്ട് ഇവിടേക്ക് വരാം. ഒരുപാട് ആൾക്കാരിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഷൂട്ടിന് വരുമ്പോൾ അത് പല കപ്പിൾസിനും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സിയോ ബസാറിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു രജിസ്ഥാൻ സ്ക്വയറിൻ്റെ ഏരിയയിൽ എത്തിയിട്ടാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് അവിടെയുള്ള കോഫി ഷോപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ രജിസ്ഥാൻ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത്. നമുക്കിനി അവിടെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി കാണാം കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ തിമൂറിഡ് സാമ്രാജ്യത്തിലെ സമർക്കണ്ട് നഗരത്തിൻ്റെ ഹൃദയഭാഗമായിരുന്നു രജിസ്ഥാൻ സ്ക്വയർ. ദാസാർച്ചിസ് എന്ന് അറിയപ്പെടുന്ന വലിയ ചെമ്പ് പൈപ്പുകളിലൂടെ ഉച്ചത്തിൽ വിളംബരം ചെയ്യപ്പെടുന്ന രാജകീയ വിളംബരങ്ങൾ കേൾക്കാൻ ആളുകൾ ഒത്തുകൂടിയിരുന്ന ഒരു പൊതു ചതുരമായിരുന്നു രജിസ്ഥാൻ. കൂടാതെ പൊതു വധശിക്ഷകൾ നടപ്പാക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു ഈ രജിസ്ഥാൻ. വ്യതിരിക്തമായ പേർഷ്യൻ വാസ്തുവിദ്യയുടെ 3 മദ്രസകളായാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഉലുഗ് ബെഗ് മദ്രസ, ഷെർദോർ മദ്രസ, തില്ലക്കോറി മദ്രസ എന്നിവയാണ് ഈ 3 മദ്രസകൾ. 16-ാം നൂറ്റാണ്ടിൽ സമർഖന്ദിലെ ഭരണാധികാരിയായ യലാം തോഷ് ബഗോദിർ ഷെർദോർ തില്ലക്കോറി മദ്രസകൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. മുതുകിൽ ഉദിക്കുന്ന സൂര്യനോട് കൂടിയ കടുവയുടെ രൂപങ്ങളും മറ്റ് ജീവജാലങ്ങളുടെയും മൊസൈക്ക് രൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കമാനം അതിമനോഹരമാണ്. നമ്മൾ ഈ മദ്രസയുടെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള അവരുടെ ആർട്ട് വർക്കുകളും അവരുടെ കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളാണ് ഈ ഒരു മദ്രസകൾക്ക് ഉള്ളിൽ ഉള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളാണ് കേട്ടോ. ആ സ്കൂളിലെ ഓരോ ക്ലാസ് റൂമുകളാണ് നമുക്ക് ചുറ്റിലും കാണുന്ന ഓരോ റൂമുകൾ. പക്ഷേ ഇപ്പം അവിടെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഈ ഷെർദോർ മദ്രസയുടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അടുത്തൊരു മദ്രസയായ തില്ലക്കോറി മദ്രസയുടെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇനി പോകുന്നത്. സമർക്കന്ത് ഭരണാധികാരിയായ യലാങ്തുഷ് ബഗാദൂറിൻ്റെ ഉത്തരവനുസരിച്ച് 1646 ആരംഭിച്ച തില്ലക്കോറി മദ്രസയുടെ നിർമ്മാണം 1660 മാത്രമാണ് പൂർത്തിയായത്. രാജസ്ഥാൻ ആർക്കിടെക്ചറൽ എൻസംബ്ലിയിലെ അവസാന കെട്ടിടമാണ് ഇത്. 2 നൂറ്റാണ്ടിലേറെ നിലനിന്നിരുന്ന കാരവൺ സറായ് എന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചത്. മുൻവശത്തെ സമ്പന്നമായ സ്വർണ്ണ അലങ്കാരത്തിൽ നിന്നാണ് ഈ മദ്രസയുടെ പേര് ഉരുത്തിരിഞ്ഞത്. തില്ലക്കോറി എന്ന് അർത്ഥമാക്കുന്നത് സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ്. വിശാലമായ നടുമുറ്റവും അതേപോലെ ചുറ്റിലും വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ ഉതകുന്ന ടൈപ്പിലുള്ള റൂമുകളുമായിട്ടാണ് ഈ ഒരു മദ്രസ നിർമ്മിച്ചിരിക്കുന്നത്. മദ്രസയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തിളങ്ങുന്ന താഴികക്കുടം കൊണ്ട് അലങ്കരിച്ച ഒരു പള്ളിയുണ്ട്. കൈന്തൽ രീതിയിൽ സ്വർണം പൂശിയ ഈ പള്ളിയിലെ അലങ്കാരങ്ങളുടെ സ്വർണത്തിന്റെ ഗുണനിലവാരം ഏവരെയും അത്ഭുതപ്പെടുത്തും. വളരെ കാലം ഈ പള്ളി സമർക്കന്ദിലെ പ്രധാന ഒരു പള്ളിയായിരുന്നു. 2001 സെൻട്രൽ ഏഷ്യൻ വാസ്തുവിദ്യയുടെ ഈ മനോഹര സ്മാരകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. സമർക്കന്ദിൽ വന്നിട്ട് ഫുള്ള് ഇതേപോലെ പാലസുകളായാലും അതുപോലെ മസ്ജിദുകളായാലും അതേപോലെ എന്നിട്ട് മുസോളിനി ആൾക്കാർ അടക്കം ചെയ്ത അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഒരേ കളറ് ഒരേ ഡിസൈൻ അങ്ങനെ നല്ല രസമാണ്. നമ്മളിനി അടുത്തൊരു മദ്രസയിലേക്ക് പോകണം കേട്ടോ. രാജസ്ഥാൻ സ്ക്വയറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉലുബെക് മദ്രസയാണ് ഇവിടെ ആദ്യമായി നിർമ്മിച്ചത്. 1417 ഉലുബെക്കിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചു. തൻ്റെ പിതാവ് സമർക്കന്ദിൻ്റെ സിംഹാസനം ഉപേക്ഷിച്ചതിനെ തുടർന്ന് 1409 ഉലുബെക്ക് അധികാരത്തിൽ വന്നു. പ്രശസ്തമായ അമീർ തിമൂറിൻ്റെ നേരിട്ടുള്ള പിൻഗാമിയായ ഉലുബെക്ക് 15-ാം വയസ്സിൽ നേതൃത്വത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. 1417 മുതലുള്ള ഒരു ലിഖിതം കൊണ്ട് അലങ്കരിച്ച ഈ മദ്രസയുടെ പ്രവേശന കവാടം ലോകത്തിൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും അടയാളപ്പെടുത്തുന്നതാണ്. ഉലുബെക്കിൻ്റെ അതുല്യമായ കാഴ്ചപ്പാടും നേതൃത്വവും പ്രകാശിപ്പിച്ച ഈ കാലഘട്ടം സമർക്കണ്ടിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന യുഗത്തെ അടയാളപ്പെടുത്തുന്നു. ഈ ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ സമർക്കന്ത്. അതേപോലെ ഈ ഒരു രാജസ്ഥാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഫുള്ള് ഹിസ്റ്ററി ഇതിൻ്റെ ഉള്ളിലാണ് കാണുന്നത് കേട്ടോ. ഫുള്ള് ഹിസ്റ്ററി 1400 മുതലുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേ നേരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നിൽക്കാം. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 5:45 ആവാറായി. നമ്മളിനി ഫുഡ് കഴിച്ചിട്ടില്ല അവരെ. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അടുത്ത വരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ചെയ്തു. സെറാമിക്കിൻ്റെ ആർട്ട് മോഡലുകളാണ് ഇതിൽ കാണുന്നത് കേട്ടോ.
Okay. Okay, see you guys. Okay. Yeah. How long be here? Today I'm gonna Bukhara. Bukhara. Yeah. We're going to tomorrow Bukhara. Ah, okay. I hope to see you again. How we go to Bukhara? By train. By train. Yeah. We went rent a car. Oh, rent car. Rent a car. Okay, You good to drive. see you. Yeah. Yeah. I hope to see you again. See you. Okay. Nice to meet you. Have a nice Okay. day. Thank you so much. Thank you Bye-bye. so See you. much. Bye. ഇപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത് ഒരു കൊറിയൻ ഫ്രണ്ടിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരുപാട് ആൾക്കാരോട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരും നമ്മളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും. അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും, വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ തന്നെ കണ്ടപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരാൻ പറഞ്ഞു. അവന് കേരളത്തിനെ കുറിച്ച് അറിയാം, അവിടെ ദോശയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അവർ വരട്ടെ, അവർ വന്ന് കാഴ്ചകളൊക്കെ കാണട്ടെ എന്ന് വിചാരിക്കുന്നു. രജിസ്ഥാൻ സ്ക്വയറിൽ നടക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് റിഹേഴ്സലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായി ഒരുപാട് കോളേജ് പിള്ളേർ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രജിസ്ഥാൻ സ്ക്വയറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏരിയയിലുള്ള ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഷെഫ് ബർഗർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ നോർമലി കഴിക്കുന്ന രീതിയിലുള്ള ചിക്കൻ ഫ്രൈ, അതേപോലെ ഷവർമ, ഐസ്ക്രീം, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് 4 ഐസ്ക്രീം, അതേപോലെ കുറച്ച് ചിക്കൻ ഫ്രൈ, അതേപോലെ ഒരു 3 ഷവർമ, ഒരു ബർഗർ. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബർഗർ ഓർഡർ ചെയ്തതാ. അതേപോലെ ഇവിടെ നമ്മൾ ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഷവർമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രെഡിന്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത്. അതാണ് ഹായ് ഹായ് വേണ്ട, എല്ലാവരും ഭയങ്കര ഹാപ്പി നമ്മളോട് ഇത് പറയുന്നതാണ് കേട്ടോ. അവരെ ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ടുണ്ടാ. സ്വർണ്ണപ്പല്ല് കെട്ടിയ ആൾക്കാരുണ്ട് മൊത്തം ഇവിടെ. അതാ സ്വർണ്ണപ്പല്ല് കെട്ടിയ ആൾക്കാരാണ്. ഒരു ബർഗർ, 2 ഷവർമ, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി ആളുണ്ട്. അത് മൊത്തം, പിന്നെ ഒരു വെള്ളം ഒരു വാങ്ങിച്ചു. 1,20,000. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, 4 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായി. 1,17,000 ആയിരുന്നു വന്നത്. നോർമൽ പ്രൈസ് ആണ് കേട്ടോ, നല്ല ഫുഡായിരുന്നു, നോർമൽ പ്രൈസ് ആണ്. 2017 സ്വതന്ത്രമായ ഉസ്ബെക്കിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റായ ഇസ്ലാം കരീമോവിന്റെ ഒരു സ്മാരകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രജിസ്ഥാൻ സ്ക്വയറിന്റെ നേരെ എതിർവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ മോസ്കുകളിലും ഓരോ. നമ്മളിനിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുമ്പോൾ ഒരു കാലത്ത് ഉസ്ബെക്കിസ്ഥാൻ അടക്കി വാണിരുന്ന അമീർ തിമൂർ സമർക്കന്ത് ക്യാപിറ്റലാക്കിയ ആ സമയത്ത് ഫസ്റ്റ് നിർമ്മിച്ചേക്കണ നിർമ്മിതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പുറത്ത് നമ്മൾ കാണുന്നത് ബിബി ഖാനും മസ്ജിദാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബിബി ഖാനും മുസോളിയും സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡ് ഓൾ ഗോൾഡ്. ഉസ്ബെക്കിസ്ഥാനിലെ എല്ലാവരും ഗോൾഡാണ്, ഫുള്ള് ഗോൾഡ്. നൈസ്. ബിബി ഖാനും മുസോളിയും ബിബി ഖാനും ജോ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അമീർ തിമൂറിന്റെ ഭാര്യയുടെ അമ്മയുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണ്. ഇത് തിമൂറിന്റെ ഭരണത്തിന് കീഴിൽ സമർക്കന്ദിൽ ആദ്യമായി നിർമ്മിച്ച നിർമ്മിതികളിൽ ഒന്നാണിത്. തിമൂറിൻ രാജവംശത്തിലെ സ്ത്രീകളുടെ ഒരു ശ്മശാന സ്ഥലമായി ഇത് പ്രവർത്തിച്ചു വരുന്നു. ബിബി ഖാനത്തിന്റെ അമ്മയെയാണ് ആദ്യമായി ഇവിടെ അടക്കം ചെയ്തത്. നമുക്കിനി രജിസ്ഥാൻ സ്ക്വയറിൻ്റെ ഒരു രാത്രികാല കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാം കേട്ടോ. ഭയങ്കര രസമാണ് ഈ രജിസ്ഥാൻ സ്ക്വയർ രാത്രിയിൽ പോയി കാണുന്നത്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും രാത്രി സമയത്ത് പോയിട്ട് നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ ആ കാഴ്ചകളൊക്കെ നേരിൽ തന്നെ കാണുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനിയും പുതിയ വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, ബൈ.